നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ എസ്തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ 4 യൂണിവേഴ്സിറ്റികളിലും 2026-28 വർഷത്തിലേക്ക് നടക്കുന്ന 2 വർഷ BEdന് ആപ്ലിക്കേഷൻ സ്വീകരിക്കാൻ സമയമായിട്ടുണ്ട്. തൊട്ട് മുന്നേ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിരുന്നു. ഇന്നിപ്പോൾ MG യൂണിവേഴ്സിറ്റിയിൽ ആപ്ലിക്കേഷൻ 2 ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എത്ര തരം സീറ്റുകൾ അവൈലബിൾ ആണ്, ഈ സീറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഫീസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെയാണ്. വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം മാത്രം കമൻറ്റുകൾ ഇടുക. കഴിഞ്ഞ വീഡിയോയിൽ പലരും വീഡിയോ ആദ്യം മാത്രം കണ്ടതിന് ശേഷം വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ സംശയമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. ദയവായി വീഡിയോ പൂർണ്ണമായും കാണാനായി ശ്രമിക്കുക. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് നമുക്ക് 4 തരത്തിലാണ് പ്രധാനമായിട്ടും കോളേജുകൾ തന്നെ ഉള്ളത്. അതായത് ഗവൺമെൻറ് കോളേജ്, എയ്ഡഡ് കോളേജ്, പിന്നെ കേരള യൂണിവേഴ്സിറ്റി തന്നെ നടത്തുന്ന, അതുപോലെ MG യൂണിവേഴ്സിറ്റി ഒക്കെ നേരിട്ട് നടത്തുന്ന യൂണിവേഴ്സിറ്റിയുടെ സെൻറ്ററുകൾ, അതായത് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ. ഇതുകൂടാതെ പ്രൈവറ്റ് മാനേജ്മെൻറ്റ് കീഴിലുള്ള 4 സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ. ഇങ്ങനെ 4 തരത്തിലാണ് നമുക്ക് കോളേജുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ കോളേജുകളിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകളിലും വ്യത്യാസമുണ്ട്. നമുക്ക് ഗവൺമെൻറ് കോളേജിൽ മെറിറ്റ് അല്ലെങ്കിൽ റിസർവേഷൻ, അതായത് കാസ്റ്റിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക്, ഇപ്പോൾ ലക്ഷദ്വീപിലോ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലേക്കുള്ള റിസർവേഷനുകൾ ഉൾപ്പെടെ എല്ലാം തന്നെ മെറിറ്റ് ബേസിൽ മാത്രം, അതായത് ഡിഗ്രിക്ക് കിട്ടിയ മാർക്ക്, നമുക്ക് കൊമേഴ്സിന് മാത്രമാണ് PGയുടെ മാർക്ക് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഡിഗ്രിയുടെ മാർക്കിൻ്റെ ബേസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള മെറിറ്റ് സീറ്റുകളാണ് ഗവൺമെൻറ് കോളേജുകളിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് എയ്ഡഡ് കോളേജുകളാണ്. എയ്ഡഡ് കോളേജുകളിൽ 3 തരത്തിലുള്ള സീറ്റുകളുണ്ട്. അതായത് മെറിറ്റ് സീറ്റ് വരുന്നുണ്ട്, പിന്നെ മാനേജ്മെൻറ്റ് സീറ്റ് വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ അതാത് കമ്മ്യൂണിറ്റികൾക്ക് ബേസ് ചെയ്തിട്ടുള്ള, ഇപ്പോൾ NSS കോളേജ് ആണെങ്കിൽ NSS കമ്മ്യൂണിറ്റിക്കുള്ള സീറ്റ് ഉണ്ടായിരിക്കും 15%. അതുപോലെ SNDPയുടേതാണെങ്കിൽ SNDP കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സീറ്റ് റിസർവേഷൻ. ഇങ്ങനെ 3 കാറ്റഗറിയിലേക്കാണ് എയ്ഡഡ് കോളേജുകളിൽ സീറ്റ് ഉള്ളത്. ഇനി അടുത്ത് വരുന്നത് യൂണിവേഴ്സിറ്റികൾ നേരിട്ട് നടത്തുന്ന യൂണിവേഴ്സിറ്റിയുടെ സെൻറ്ററുകളാണ്. അവിടെയും 2 തരത്തിലുള്ള സീറ്റുകളുണ്ട്, മെറിറ്റ് സീറ്റും അതുപോലെ മാനേജ്മെൻറ്റ് സീറ്റും. ഇനി സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ കാര്യത്തിലേക്ക് വന്നാലും ഇതുപോലെ തന്നെയാണ് മെറിറ്റും മാനേജ്മെൻറ്റ് സീറ്റ്. ഇങ്ങനെയാണ് വിവിധ കാറ്റഗറികളിൽ നമുക്ക് അഡ്മിഷൻ നടക്കുന്നത്. ഇനി പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യമാണ് ഈ സീറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എന്ത് അടിസ്ഥാനത്തിലാണ് ഇതിലൊക്കെ മാറ്റം വരുന്നത്. ഒന്ന് പ്രധാനമായിട്ടും മാർക്കിൻ്റെ കേസിൽ തന്നെയാണ്, പിന്നെ വരുന്നത് ഫീസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം മെറിറ്റ് സീറ്റ്, ഗവൺമെൻറ് കോളേജുകളിലുള്ള മെറിറ്റ് സീറ്റ് ഏകദേശം 5000 അല്ലെങ്കിൽ 6000 രൂപയ്ക്കുള്ളിൽ നമ്മുടെ PTA എമൗണ്ട് ഉൾപ്പെടെ ആണെങ്കിൽ പോലും അതിനുള്ളിലുള്ളൊരു ചെറിയ എമൗണ്ടിൽ മാത്രം ഫീസ് വരുന്ന, അതായത് 1 വർഷത്തേക്കാണ് നമ്മൾ ഫീസ് കണക്കാക്കുന്നത് യൂണിവേഴ്സിറ്റി BEdൻ്റെ കാര്യത്തിൽ. അപ്പോൾ ആ ഒരു വളരെ തുച്ഛമായ ഫീസ് മാത്രമായിരിക്കും മെറിറ്റ് കോട്ടയിലേക്ക് നമുക്ക് വരുന്നത്. ഇനി അടുത്ത് വരുന്നത് എയ്ഡഡ് കോളേജുകളിലുള്ള മെറിറ്റ് സീറ്റാണ്. എയ്ഡഡ് കോളേജുകളിലുള്ള മെറിറ്റ് സീറ്റിലും ഗവൺമെൻറ് മെറിറ്റ് കോട്ടയിൽ വരുന്ന ഫീസ് മാത്രമാണുള്ളത്. എന്നാൽ അവരുടെ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫീസ് കൂടുതലായിട്ട് മാറുന്നുണ്ട്. അതുപോലെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കും ഗവൺമെൻറ്റിൻ്റെ മെറിറ്റ് സീറ്റിലേക്കുള്ള രീതിയിൽ തന്നെയാണ് ഫീസ് വരുന്നത്. പിന്നെ എല്ലാ കോളേജുകളിലും PTAയുടെ എമൗണ്ടിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരാറുണ്ട്. അത് അവരവരുടെ കോളേജിൻ്റെ ഡിസിഷൻ അനുസരിച്ച് മാറുന്നതാണ്. അതിൽ മാത്രമാണ് ഒരു ചെറിയ വ്യത്യാസം വരുന്നത്. നമുക്ക് മെറിറ്റ് സീറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെൻറ് കോളേജോ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജോ ഒക്കെ ആണെങ്കിൽ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടിയാൽ ഏകദേശം 6000 അല്ലെങ്കിൽ 7000 രൂപയ്ക്കുള്ളിൽ ഫീസ് വരും. അല്ല, ഇനി നമുക്ക് അവരുടെ മാനേജ്മെൻറ്റ് സീറ്റിലേക്കാണ് നമുക്ക് അഡ്മിഷൻ വരുന്നത് എന്നുണ്ടെങ്കിൽ 60000 രൂപയാണ് മാനേജ്മെൻറ്റ് സീറ്റുകൾക്ക് 1 വർഷത്തേക്ക് ഫീസ് വരുന്നത്. അത് കമ്മ്യൂണിറ്റി ബേസിലല്ല, കമ്മ്യൂണിറ്റി ബേസിൽ വരുന്ന അഡ്മിഷന് ഗവൺമെൻറ്റിൻ്റെതായ മെറിറ്റ് ഫീസുകൾ മാത്രമാണ് ബാധകമായിട്ടുള്ളത്. ഇനി അടുത്ത് വരുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ തന്നെ സെൻറ്ററുകളും അതുപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുമാണ്. അവരുടെ കാര്യത്തിലേക്ക് വന്നാലും ഈ മെറിറ്റ് സീറ്റിലാണ് അഡ്മിഷൻ വരുന്നതെങ്കിലും അവിടെ ഫീസുണ്ട്. കാരണം യൂണിവേഴ്സിറ്റികളുടെ സെൻറ്ററുകളായാലും സെൽഫ് ഫിനാൻസിങ് കോളേജുകളായാലും സെൽഫ് ഫിനാൻസിങ് മോഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് KUCTE അല്ലെങ്കിൽ MG യൂണിവേഴ്സിറ്റിയുടെ ക്യാപ്പ് വഴി നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതാണെങ്കിൽ സെൻറ്ററുകളിലേക്ക് നമുക്ക് ഫീസ് കൂടുതലാണ്. ആ കാര്യം നമ്മൾ തിരിച്ചറിയുക. നമ്മൾ മിക്കവാറും യൂണിവേഴ്സിറ്റി സെൻറ്റർ എന്നൊക്കെ കേൾക്കുമ്പോൾ മെറിറ്റ് ഫീസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നായിരിക്കും പ്രതീക്ഷിക്കുന്നത്. ഗവൺമെൻറ് കോളേജുകളുടെ പോലെ അല്ല, ഈ കോളേജുകളിലേക്ക് ഫീസുണ്ട്. അതായത്
അവിടെ മെറിറ്റ് സീറ്റും മാനേജ്മെൻറ്റ് സീറ്റും ഉണ്ട്. അതിലെ മെറിറ്റിന് 45,000 രൂപ ഫീസും അതുപോലെ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് 60,000 രൂപയാണ് ഫീസ് വരുന്നത്. സാധാ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും ഇതേ മാനദണ്ഡം തന്നെയാണ്. 45,000 രൂപ മെറിറ്റ് ഫീസ് വരുന്നുണ്ട്. അതുപോലെ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അഡ്മിഷൻ എടുക്കുന്നവർക്ക് 60,000 രൂപ മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് വരുന്ന ഫീസും നൽകേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ ഫീസുകളൊക്കെ തന്നെ ഒരു വർഷത്തേക്കാണ് കണക്കാക്കുന്നത്. ഇനി ചില കുട്ടികളുടെ ഫീസ് ഇളവിൻ്റെ കാര്യം കൂടി പറയാനുണ്ട്. SC/ST കാറ്റഗറിയിൽ വരുന്നതും അതുപോലെ OEC കാറ്റഗറി, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, OBC അല്ല, OEC കാറ്റഗറിയിൽ തന്നെ ഫീസ് ഇളവ് വരുന്ന കുട്ടികൾക്കുമാണ് നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഫീസ് റീഫണ്ട് ചെയ്ത് വരുന്നത് ഈ ഗ്രാൻസ് വഴി. എന്നാൽ പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ OBC കാറ്റഗറിയിലേക്ക് വരുന്നത്, OBH കാറ്റഗറിയിൽ വരുന്ന കുറച്ച് കുട്ടികൾക്ക് നമുക്ക് ഫീസിന് ഇളവ് കിട്ടുന്നുണ്ട്. അതായത് ഫീസ് അവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കോളേജുകളിലേക്ക് വരികയാണ്, ഈ ഗ്രാൻസ് വഴി കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കയ്യിൽ നിന്ന് ഫീസ് അടയ്ക്കേണ്ടി വരത്തില്ല. SC/ST വരുന്നുണ്ട്, OEC വരുന്നുണ്ട്, അതുപോലെ OBHൻ്റെ കുറച്ച് കാറ്റഗറിയും കൂടി വരുന്നുണ്ട്. അത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ ആർക്കൊക്കെയാണ് ഫീസ് അടയ്ക്കേണ്ടി വരുന്നത് എന്നൊക്കെ ഉള്ളത് വിശദമായിട്ട് നോട്ടിഫിക്കേഷനിൽ ഉണ്ടായിരിക്കും. ഇതിൽ പലപ്പോഴും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഈ ഫീസ് ഇളവ് ഗവൺമെൻറ് കോളേജുകളിൽ മാത്രമേ കിട്ടൂ എന്നാണ് എല്ലാവരും ധരിച്ചു വെക്കുന്നത്. അല്ല, സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ, അതായത് പ്രൈവറ്റ് മാനേജ്മെൻറ്റുകളുടെ കോളേജുകളിലാണെങ്കിൽ പോലും ഈ ഗ്രാൻസ് എല്ലാ കുട്ടികൾക്കും കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളെ തൊട്ടടുത്തൊരു സെൽഫ് ഫിനാൻസിങ് കോളേജ് ഉണ്ട്, ഒരുപാട് ദൂരെയാണ് ഗവൺമെൻറ് കോളേജ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളെന്നുണ്ടെങ്കിൽ ഫീസ് ഇളവ് കിട്ടുമെന്ന് കരുതി നിങ്ങൾ ദൂരേക്ക് പോവേണ്ട ആവശ്യമില്ല. നിങ്ങൾ തൊട്ടടുത്തുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണെങ്കിൽ പോലും ഇപ്പോൾ SC/ST അല്ലെങ്കിൽ OEC OBH കാറ്റഗറിയൊക്കെ വരുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ എടുത്താൽ ഫീസ് കൊടുക്കാതെ തന്നെ പഠിക്കാനുള്ള സംവിധാനമുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ ഒത്തിരി കുട്ടികൾ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായിട്ട് മെസ്സേജ് അയക്കുകയും മെയിൽ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏത് കോളേജിൽ പഠിച്ചു കഴിഞ്ഞാലും ഈ ഗ്രാൻസിനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ സെൽഫ് ഫിനാൻസിങ് ആണെന്ന് കരുതി ആ കോളേജുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടുന്ന ആവശ്യമില്ല. ഫീസിനെ കുറിച്ചൊക്കെ ഒരുപാട് കൺഫ്യൂഷനുകൾ ഇനിയും ഉണ്ടായിരിക്കുമെന്നറിയാം, കമൻറ്റുകളിലൂടെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ അഡ്മിഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കേണ്ടതും എങ്ങനെയാണെന്നും എന്തൊക്കെയാണ് നമ്മൾ അഡ്മിഷന് വേണ്ടിയിട്ട് കയ്യിൽ കരുതേണ്ടുന്ന സർട്ടിഫിക്കറ്റുകളും എന്നുള്ളത് അടുത്ത പാർട്ടിലേക്ക് വരുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു, ഇതൊരു സെക്കൻഡ് പാർട്ടാണ്. ഇത് കണ്ടതിന് ശേഷം ഇനി തേർഡ് പാർട്ടിനായിട്ട് കാത്തിരിക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വീഡിയോകൾ എത്തുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൃത്യമായിട്ട് ബെൽ ബട്ടൺ ഓപ്പൺ ആക്കി ഇട്ടാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ഉണ്ടാവൂ. എല്ലാവർക്കും നന്ദി.